ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 24ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ലേവ്യം 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മത്തായി 24 അധ്യായത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വായിച്ച് തയ്യാറായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ വൈകാതെ ചോദ്യത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചാരം അല്ലെങ്കിൽ ഭസ്മം എന്നർത്ഥം വരുന്ന പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ചാരം അല്ലെങ്കിൽ ഭസ്മം എന്നർത്ഥം വരുന്ന പദം ഏത്? രണ്ടാമത്തെ ചോദ്യം: മുഴുവനും ദഹിപ്പിക്കുകയും വേണം, തിന്മാനും പാടില്ല എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. മുഴുവനും ദഹിപ്പിക്കുകയും വേണം, തിന്മാനും പാടില്ല എന്ത്? മൂന്നാമത്തെ ചോദ്യം: കൊഴുപ്പ് എന്നതിന് പാഠഭാഗത്ത് 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന 2 അക്ഷരമുള്ള പദം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. കൊഴുപ്പ് എന്നതിന് പാഠഭാഗത്ത് 4 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന 2 അക്ഷരമുള്ള പദം ഏത്? നാലാമത്തെ ക്വസ്റ്റ്യൻ: എന്തെല്ലാം ഭക്ഷിപ്പാൻ പാടില്ല എന്നുള്ളത് എല്ലാ വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായുള്ള ചട്ടം ആയിരിക്കണം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. എന്തെല്ലാം ഭക്ഷിപ്പാൻ പാടില്ല എന്നുള്ളത് എല്ലാ വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായുള്ള ചട്ടമായിരിക്കണം. ഓക്കെ, ഇതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇതുള്ള ഇടത്ത് ഒരു കൂട്ടം പക്ഷികളെ കൊണ്ട് നിറയും, ഏത് പക്ഷികൾ ഏവ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതുള്ള ഇടത്ത് ഒരു കൂട്ടം പക്ഷികളെ കൊണ്ട് നിറയും, ഏത് പക്ഷികൾ ഏവ? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എത്രയും വേഗം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ. നിങ്ങളെ കാത്ത് ഒത്തിരി സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്. അടുത്ത നമുക്ക് ഇതിന്റെ ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.